ഹായ് എവരി വൺ. നമ്മളിന്ന് നിങ്ങൾക്ക് ഫോർത്ത് സെമസ്റ്ററിൽ പഠിക്കാനുള്ള ഒരു പുതിയൊരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ പേപ്പറിൻ്റെ പേര് റൂറൽ സോഷ്യോളജി എന്നുള്ളതാണ്. റൂറൽ സോഷ്യോളജി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്തിനെ കുറിച്ചാണ് ഈ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത്. ഗ്രാമത്തെക്കുറിച്ച്, ഗ്രാമീണ സമൂഹത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ പേപ്പറിൽ ആദ്യത്തെ ബ്ലോക്കാണ് നമ്മൾ ഇവിടെ എടുക്കാൻ തുടങ്ങുന്നത്. ആദ്യത്തെ ബ്ലോക്കിന്റെ പേര് റൂറൽ സോഷ്യോളജി ഇൻട്രൊഡക്ഷൻ എന്നാണ് ഒന്നാമത്തെ ബ്ലോക്കിന്റെ പേര്. അതിൽ പ്രധാനമായിട്ടും 2 യൂണിറ്റുകളാണുള്ളത്. ഒന്നാമത്തെ യൂണിറ്റാണ് നമ്മൾ ഇപ്പോൾ ആരംഭിക്കുന്നത്. ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് റൂറൽ സോഷ്യോളജി, നാച്ചർ, സ്കോപ്പ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നതാണ് ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു ഫോട്ടോ കാണുന്നുണ്ടാവും. ആ ഫോട്ടോയിൽ എന്തൊക്കെ ഉള്ളതെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ഒരു മനോഹരമായ ഗ്രാമമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവിടെ ഒരുപാട് കാര്യങ്ങൾ, അവിടെ കൃഷിയുണ്ട്. നമുക്ക് ആദ്യമായിട്ട് പരിശോധിക്കാം. കൃഷിയുണ്ട്. അതേപോലെ തന്നെ അവിടെ ഒരു ഗ്രാമത്തിന്റെ മനോഹാരിത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് ആളുകൾ കൃഷിയാണ് ചെയ്യുന്നത്. അഥവാ ഗ്രാമീണ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന ഉപജീവനം എന്നുള്ളത് കൃഷിയാണ്. അതേപോലെ തന്നെ അവിടുത്തെ ചുറ്റുപാട് വളരെ പ്രകൃതി മനോഹരമായ ചുറ്റുപാടാണ്. അതേപോലെ തന്നെ അവിടുത്തെ ആളുകളെ കാണുമ്പോൾ ഒരു പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ രീതിയിലുള്ള വസ്ത്രധാരണം, ആ ഒരു പാരമ്പര്യം കൃത്യമായിട്ട് അവരിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ റൂറൽ സോഷ്യോളജിയിൽ നമ്മൾ റൂറൽ സൊസൈറ്റിയെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള ഗ്രാമങ്ങളെ കുറിച്ച് പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ സമൂഹങ്ങൾ, ഗ്രാമങ്ങൾ, നഗരങ്ങൾ എന്നൊക്കെ ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. അതിൽ ഗ്രാമീണ സമൂഹത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഈ ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്? നമ്മുടെ യൂണിറ്റിന്റെ പേര് അഥവാ ആദ്യമായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, റൂറൽ സോഷ്യോളജി എന്താണ്, അതിന്റെ നാച്ചർ എന്താണ്, അതേപോലെ തന്നെ അതിന്റെ സ്കോപ്പ് എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്. നാച്ചർ എന്ന് പറയുകയാണെങ്കിൽ റൂറൽ സോഷ്യോളജി എന്ന ഈ പഠന വിഷയത്തിന്റെ അടിസ്ഥാനപരമായ സവിശേഷതകൾ, അടിസ്ഥാനപരമായ തത്വങ്ങൾ എന്തൊക്കെയാണ്. അതേപോലെ തന്നെ സ്കോപ്പ് എന്ന് പറയുകയാണെങ്കിൽ എത്രത്തോളം വിഷയങ്ങൾ ഈ ഒരു റൂറൽ സോഷ്യോളജിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, അഥവാ ഗ്രാമീണ ജീവിതത്തിൽ എത്രത്തോളം വിശാലമായിട്ട് ഗ്രാമീണ ജീവിതത്തിന്റെ ഏതെല്ലാം തലങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ സ്കോപ്പിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രാമീണ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളും കൂടിയാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അതായിട്ട് നമ്മൾ എന്താണ് റൂറൽ സോഷ്യോളജി എന്ന് നോക്കാം. റൂറൽ സോഷ്യോളജി ഇസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് റൂറൽ ലൈഫ്. ഗ്രാമീണ ജീവിതത്തെ കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനമാണ് റൂറൽ സോഷ്യോളജി എന്നുള്ളത്. ഇറ്റ് ഈസ് എ സബ് ഫീൽഡ് ഓഫ് സോഷ്യോളജി. സോഷ്യോളജിയുടെ ഒരു പഠനശാഖയാണ്. സോഷ്യോളജി എന്ന് പറയുമ്പോൾ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് സോഷ്യോളജി എന്നുള്ളത്. ഇപ്പൊ റൂറൽ സോഷ്യോളജി എന്നുള്ളത് സോഷ്യോളജിയുടെ ഒരു പഠനശാഖയാണ്. അത് ഗ്രാമീണ ജീവിതത്തെ കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഗ്രാമത്തിലെ ജീവിതശൈലിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അവിടുത്തെ തൊഴിലിനെ കുറിച്ച്. നമ്മൾ ചിത്രത്തിൽ കണ്ടതുപോലെ ഒരുപാട് ആളുകൾ കൃഷിയാണ് ചെയ്യുന്നത്, കൃഷിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രാമത്തിലെ സാമൂഹിക ബന്ധങ്ങളെ കുറിച്ച്, ഗ്രാമീണരായിട്ടുള്ള ആളുകൾക്കിടയിൽ ഭയങ്കര വലിയ ഒരു ഐക്യബോധം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ വലിയ നമ്മൾ ചങ്ക് പറിച്ചു കൊടുക്കുക എന്നൊക്കെ പറയല്ലോ, ആ രീതിയിലുള്ള ബന്ധമായിരിക്കും ഗ്രാമീണർക്കിടയിൽ ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ ഗ്രാമത്തിലെ പരിസ്ഥിതിയെ കുറിച്ച്, ഒരു പ്രകൃതി മനോഹരമായ പരിസ്ഥിതി ആയിരിക്കും ഗ്രാമത്തിൽ ഉണ്ടായിരിക്കുക. ഗ്രാമീണ പരിസ്ഥിതിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രാമത്തിലെ കാർഷിക സമൂഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രാമീണ സമൂഹത്തിന്റെ ഘടനയെ കുറിച്ച്, ഗ്രാമീണ സമൂഹത്തിൽ കുടുംബം എങ്ങനെ പ്രവർത്തിക്കുന്നത്, ഓരോ സാമൂഹിക സ്ഥാപനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രാമീണ സമൂഹത്തിലെ സാമൂഹിക പ്രക്രിയകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്.
അതേപോലെ തന്നെ ഗ്രാമീണ സമൂഹത്തിലെ സാമൂഹിക മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രാമീണ സമൂഹത്തിൽ എങ്ങനെയാണ് സാമൂഹിക നിയന്ത്രണം സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാമ സമൂഹം എങ്ങനെയാണ് നഗരത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്നതും എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ടോ? പക്ഷെ കൂടുതലായിട്ടൊന്നുമില്ല. നമ്മളെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള കാര്യം നിങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രാമീണ സമൂഹം എന്താണ്, അവിടെ ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ പ്രധാന ജീവിത ഉപാധി എന്താണ്, അവിടെ എങ്ങനെയാണ് അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൃത്യമായ സാമൂഹിക നിയന്ത്രണത്തോടു കൂടെ അവർ മുന്നോട്ട് പോകുന്നത്, അതുപോലെ തന്നെ നഗരത്തിൽ നിന്ന് ഗ്രാമീണ ജീവിതം എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം പ്രധാനപ്പെട്ടത് റൂറൽ സോഷ്യോളജി എന്ന് പറയുകയാണെങ്കിൽ ഗ്രാമീണ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്ന, ശാസ്ത്രീയമായി പഠിക്കുന്ന സോഷ്യോളജിയുടെ ഒരു ഉപപഠന ശാഖയാണ് റൂറൽ സോഷ്യോളജി എന്നുള്ളത്. പ്രധാനമായിട്ടും ഗ്രാമത്തിലെ സാമൂഹിക ഗ്രൂപ്പുകളെയും മനുഷ്യബന്ധങ്ങളെയും കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ആളുകൾ അവിടെ ജീവിക്കുന്നത്, എങ്ങനെയാണ് ആളുകൾക്കിടയിലുള്ള സഹകരണം, എങ്ങനെയാണ് ആളുകൾ അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ മനോഹരമായ ഒരു സാമൂഹിക അനുഭവത്തിലൂടെ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെയാണ് പഠിക്കുന്നത്. ഇനി ആദ്യമായിട്ട് നമ്മൾ എല്ലാ പേപ്പേഴ്സിലും എല്ലാ സബ്ജക്റ്റിലും നമ്മൾ ആദ്യം ഡെഫിനിഷൻ പറയാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡെഫിനിഷൻ പറയാണ്. റൂറൽ സോഷ്യോളജിയെ വ്യത്യസ്ത സോഷ്യോളജിസ്റ്റുകൾ വ്യത്യസ്തമായ രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് എ ആർ ദേശായി അദ്ദേഹം റൂറൽ സോഷ്യോളജിയെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, റൂറൽ സോഷ്യോളജി ഇസ് ദ സയൻസ് ഓഫ് റൂറൽ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ഡെവലപ്മെന്റ്. അഥവാ റൂറൽ സോഷ്യോളജി എന്നുള്ളത് എന്താണ്, ഗ്രാമസമൂഹത്തെയും അതിൻ്റെ വികാസത്തെയും കുറിച്ചുള്ള ശാസ്ത്രമാണ് ഗ്രാമീണ സാമൂഹിക ശാസ്ത്രം എന്നുള്ളത്. അഥവാ ഗ്രാമസമൂഹത്തെക്കുറിച്ചുള്ള, സമൂഹത്തെയും അതിൻ്റെ ഗ്രാമസമൂഹം എങ്ങനെയാണ് വികസിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ശാസ്ത്രമാണ് റൂറൽ സോഷ്യോളജി എന്നാണ് എ ആർ ദേശായി പറയുന്നത്. നമ്മൾ ഇങ്ങനെ എല്ലാ സബ്ജക്റ്റിലും ഇങ്ങനെ ഡെഫിനിഷൻ പറയാറുണ്ട്. അർബൺ സോഷ്യോളജിയിലാണ് അർബൻ സോഷ്യോളജിയെ വ്യത്യസ്തമായിട്ടുള്ള സോഷ്യോളജിസ്റ്റുകൾ വ്യത്യസ്തമായ രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ ഡെഫിനിഷന് നമ്മൾ ഇപ്പോൾ ഡിഫൈൻ അർബൻ സോഷ്യോളജി അല്ലെങ്കിൽ ഡിഫൈൻ റൂറൽ സോഷ്യോളജി എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അപ്പോൾ ഏതെങ്കിലും സ്കോളേഴ്സിന്റെ ഒക്കെ ഡെഫിനിഷൻ ചെയ്താണെങ്കിൽ നമ്മളെ കുറിച്ച് ഒരു നല്ലൊരു ഇംപ്രഷൻ കിട്ടാൻ അത് കാരണമാകും. അപ്പോൾ ഡെഫിനിഷൻസ് 2-3 ഡെഫിനിഷൻസ് ഒക്കെ പഠിച്ചു വെക്കുന്നത് നമുക്ക് പല ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഡെഫിനിഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആൻസർ എഴുതാൻ പറ്റും എന്നുള്ളൊരു ഗുണമുണ്ട്. ഇനി അതേപോലെ തന്നെ ടി.എൽ. സ്മിത്ത് റൂറൽ സോഷ്യോളജിയെ ഡിഫൈൻ ചെയ്യുന്നത് ഗ്രാമീണ സാമൂഹിക ബന്ധങ്ങളിലെ വസ്തുതകളെയും തത്വങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് ഗ്രാമീണ സമൂഹശാസ്ത്രം എന്നാണ് ടി.എൽ. സ്മിത്ത് റൂറൽ സോഷ്യോളജിയെ ഡിഫൈൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ സാൻഡേഴ്സ് എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് റൂറൽ സോഷ്യോളജിയെ ഡിഫൈൻ ചെയ്യുന്നത് ഗ്രാമീണ പരിസ്ഥിതിയിലെ ഗ്രാമീണ ജീവിതത്തെ കുറിച്ചുള്ള സമൂഹശാസ്ത്ര പഠനമാണ്. അതേപോലെ തന്നെ ബെൻഡ്രാഡ് എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് റൂറൽ സോഷ്യോളജിയെ ഡിഫൈൻ ചെയ്യുന്നത് ഗ്രാമീണ പരിസ്ഥിതിയിലെ മനുഷ്യബന്ധങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്നാണ് ബെൻഡ്രാഡ് എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും എ ആർ ദേശായിയുടെ ഡെഫിനേഷൻ ഉണ്ട്, ടി.എൽ. സ്മിത്തിൻ്റെതുണ്ട്, സാൻഡേഴ്സിൻ്റെ ഇതുണ്ട്, ബെൻഡ്രാഡിൻ്റെ ഇതുണ്ട്. ഇവരൊക്കെ പറയുന്നത് ഒരേ ആശയം തന്നെയാണ്, നല്ല വ്യത്യസ്തമായ രീതിയിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 ഡെഫിനിഷനെങ്കിലും നമ്മൾ പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ നമ്മൾ ഡെഫിനിഷനൊക്കെ പറഞ്ഞു. ഈ ഡെഫിനിഷനുകളിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് ജനറലി മനസ്സിലാക്കിയിട്ടുള്ളത്? ഈ ഡെഫിനിഷനുകളിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ടും എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് നോക്കാം. അപ്പോൾ ഈ ഡെഫിനിഷനുകളിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ടും ഫ്രം ദി അബൌട്ട് ഡെഫിനിഷൻ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് റൂറൽ സോഷ്യോളജി സ്റ്റഡി സോഷ്യൽ ഇൻട്രാക്ഷൻ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ സ്ട്രക്ചർ, സോഷ്യൽ ചേഞ്ച്. അഥവാ ഗ്രാമീണ സമൂഹത്തിലെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അഥവാ സാമൂഹിക ഇടപെടലുകൾ എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് പരസ്പരം ആളുകൾ സംസാരിക്കുന്നത് എന്നും ഒന്നിച്ച് ജോലി ചെയ്യുന്നത് എന്നും അവരുടെ ജീവിത രീതി എങ്ങനെയെന്നും ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമൂഹിക സ്ഥാപനം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സാമൂഹിക സ്ഥാപനമാണ് ഫാമിലി, റിലീജിയൻ, എഡ്യൂക്കേഷൻ, എക്കോണമി, പൊളിറ്റി. ഇതുപോലെയുള്ള ഗ്രാമത്തിലെ സാമൂഹിക സ്ഥാപനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവരെങ്ങനെയാണ് ഗ്രാമീണ ജീവിതത്തെ ക്രമീകരിക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രാമത്തിലെ സാമൂഹിക മാറ്റം എങ്ങനെയാണ്, ഇപ്പോൾ കുടുംബഘടന, ഇപ്പോൾ ഗ്രാമങ്ങളിലാണെങ്കിലും കൂട്ടുകുടുംബം അണുകുടുംബമാകുന്നുണ്ട്, എങ്ങനെയാണ് ഇത്തരത്തിൽ സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാകുന്നത്,
അതുപോലെ തന്നെ സ്കൂളുകളിലോട്ട് കുട്ടികൾ കൂടുതലായിട്ട് പോകുന്നുണ്ട്. പണ്ട് ട്രഡീഷണലി ഉള്ള വീടുകളിൽ പോയിട്ടുള്ള എഡ്യൂക്കേഷനൊക്കെ ആയിരുന്നു. അപ്പൊ അതിലൊക്കെ ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൂറൽ സോഷ്യോളജിയിലൂടെ പഠിക്കുന്നത്. അപ്പോൾ ഈ ഡെഫിനിഷനുകളിലൂടെ നമ്മൾ അത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി അടുത്തത് ഡെവലപ്മെന്റ് ഓഫ് റൂറൽ സോഷ്യോളജി. റൂറൽ സോഷ്യോളജിയുടെ ആവിർഭാവം എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്, അഥവാ ഇന്ത്യയിൽ ഗ്രാമീണ സമൂഹത്തെ വ്യത്യസ്തമായിട്ട് പഠിക്കാൻ തുടങ്ങിയത് എന്നു മുതലാണ് എന്നുള്ളൊരു ക്വസ്റ്റിനെയാണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. എന്നു മുതലാണ് പഠിക്കാൻ ആരംഭിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. അഥവാ ഇന്ത്യയിൽ 1950കളുടെ തുടക്കത്തിലാണ് ഗ്രാമീണ പഠനങ്ങൾ ഇന്ത്യയിൽ വളരെ സജീവമായിട്ടുള്ളത്. അഥവാ ഇന്ത്യയിലെ സോഷ്യോളജിസ്റ്റുകളും ആന്ത്രപ്പോളജിസ്റ്റുകളും ഗ്രാമീണ ജീവിതത്തെക്കുറിച്ച് അവർ വളരെ വ്യവസ്ഥാപിതമായിട്ട് പഠിക്കാൻ വേണ്ടി ആരംഭിച്ചു. അതിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ ഇപ്പോൾ റൂറൽ സോഷ്യോളജിയിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ആദ്യമായിട്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് എം.എൻ. ശ്രീനിവാസ്, മറ്റൊന്ന് എ.ആർ. ദേശായി. ഇവരാണ് പ്രധാനപ്പെട്ട ഗ്രാമീണ സമൂഹത്തെക്കുറിച്ച് വളരെ വ്യവസ്ഥാപിതമായിട്ട് പഠിച്ചിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റുകൾ. അപ്പൊ അവരുടെ ഗ്രാമീണ പഠനത്തിലൂടെ വലിയ രീതിയിലുള്ള കണ്ടെത്തലുകൾ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. അതിലൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമീണ സമൂഹത്തെ വളരെ വ്യവസ്ഥാപിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ എം.എൻ. ശ്രീനിവാസ്, എ.ആർ. ദേശായി എന്നുള്ളത് ഇന്ത്യയിലെ ഗ്രാമീണ പഠനങ്ങളിൽ സുപ്രധാനമായ സംഭാവനകൾ നൽകിയിട്ടുള്ള സോഷ്യോളജിസ്റ്റുകളാണ്. അതേപോലെ തന്നെ സർ ഹെൻറി മെയിൻ എന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റ്, അദ്ദേഹത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ആൻഷ്യന്റ് ലോ, ആൻഷ്യന്റ് സൊസൈറ്റി എന്നീ പുസ്തകങ്ങളിലൂടെ പരമ്പരാഗത ഗ്രാമീണ വ്യവസ്ഥകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യയിലെ റൂറൽ സോഷ്യോളജി ഒരു പ്രത്യേക പഠനമായി വളരുന്നതിൽ അദ്ദേഹത്തിന്റെ പഠനങ്ങൾ വലിയ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ സർ ഹെൻറി മെയിൻ അദ്ദേഹത്തിന്റെ രണ്ട് പഠനങ്ങൾ ഏതൊക്കെയാണ്, ആൻഷ്യന്റ് ലോ, ആൻഷ്യന്റ് സൊസൈറ്റി. ആൻഷ്യന്റ് ലോ എന്നുള്ളത് 1861 പബ്ലിഷ് ചെയ്തത്, ആൻഷ്യന്റ് സൊസൈറ്റി എന്നുള്ളത് 1877. അപ്പൊ ഈ രണ്ട് പഠനങ്ങൾ ഇന്ത്യയിലെ പരമ്പരാഗത ഗ്രാമീണ വ്യവസ്ഥകളെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മളെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ആ പഠനങ്ങൾ റൂറൽ സോഷ്യോളജിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ റൂറൽ സോഷ്യോളജി എന്നുള്ള ഒരു പ്രത്യേക പഠനശാഖ ആരംഭിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ഈ രണ്ട് പഠനങ്ങൾ വലിയ രീതിയിൽ കാരണമായിട്ടുണ്ട്. അതൊരു നാഴികക്കല്ലായിട്ടുണ്ട് എന്നൊക്കെ പറയാം. ഓക്കെ, ഇനി ഇമ്പോർട്ടൻസ് ഓഫ് റൂറൽ സോഷ്യോളജി. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, റൂറൽ സോഷ്യോളജി പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഗ്രാമീണ ജീവിതത്തെ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രാമീണ ജീവിതത്തെ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അത് നമ്മളെ ഗവൺമെന്റിനൊക്കെ വലിയ രീതിയിൽ സഹായമാണ്. എങ്ങനെ, അസിസ്റ്റ് പോളിസി മേക്കിംഗ് ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, അഥവാ ഗ്രാമീണ വികസനത്തിന് ആവശ്യമായിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കാനും അതുപോലെ തന്നെ സമഗ്രമായ ഗ്രാമവികസനത്തിന് വലിയ രീതിയിൽ അത് സഹായകരമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാമത്തിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഗ്രാമീണ ജീവിതത്തെക്കുറിച്ച് വ്യവസ്ഥാപിതമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഗ്രാമീണ ജീവിതത്തിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിലൂടെ ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിന് പരിഹാരം നൽകാനും സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രാമത്തിന്റെ ഒരു നട്ടെല്ല് എന്ന് പറയുന്നത് കൃഷിയാണ്. അപ്പൊ ആ കൃഷിയെക്കുറിച്ച് വളരെ വ്യവസ്ഥാപിതമായിട്ട് വളരെ വിശകലനാത്മകമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ റൂറൽ സോഷ്യോളജിയിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രാമത്തിലെ സാമൂഹിക പരിഷ്കരണത്തെ, ഒരുപാട് അനാചാരങ്ങളൊക്കെ പലപ്പോഴും ഗ്രാമത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനൊക്കെ പരിഷ്കരിച്ചുകൊണ്ട് കുറച്ചും കൂടെ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാനും റൂറൽ സോഷ്യോളജിയിലെ പഠനങ്ങൾ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് റൂറൽ സോഷ്യോളജിയുടെ പ്രാധാന്യം എന്നുള്ളത്. നമ്മൾ എന്തിനാണ് ഇത് പഠിക്കുന്നത് എന്നതിന്റെ ഒരു ലക്ഷ്യം. അതിലൂടെ നമുക്ക് ഗ്രാമീണ സമൂഹത്തെക്കുറിച്ച് വ്യവസ്ഥാപിതമായിട്ടുള്ള അറിവ് ലഭിക്കുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് ഗ്രാമത്തിലെ പ്രശ്നം എന്ന് പറയുമ്പോൾ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, ജാതി വ്യവസ്ഥ, അതേപോലെ തന്നെ നിരക്ഷരത, വിദ്യാഭ്യാസം ഉണ്ടാവില്ല, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഗ്രാമീണ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാമീണ സമൂഹം അനുഭവിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ വ്യവസ്ഥാപിതമായിട്ട് അഡ്രസ്സ് ചെയ്യാനും അതിന് പരിഹാരം കണ്ടെത്താനും റൂറൽ സോഷ്യോളജി സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടൊക്കെയാണ്, ഇതാണ് റൂറൽ സോഷ്യോളജിയുടെ പ്രാധാന്യം എന്നുള്ളത്. ഇതിനു വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ റൂറൽ സോഷ്യോളജി പഠിക്കുന്നത്. ഇനി സ്കോപ്പ് ഓഫ് റൂറൽ സോഷ്യോളജി. റൂറൽ സോഷ്യോളജിയുടെ സ്കോപ്പ് എന്ന് പറയുകയാണെങ്കിൽ എത്രത്തോളം വിശാലമാണ് ഈ പഠനശാഖ.
അഥവാ എത്രത്തോളം ടോപ്പിക്കുകൾ ഈ ഒരു പഠനശാഖ കവർ ചെയ്യുന്നുണ്ട്, അഥവാ ഗ്രാമീണ ജീവിതത്തെക്കുറിച്ച്, കൃഷിയെക്കുറിച്ച് മാത്രമാണോ പറയുന്നത്, അല്ലെങ്കിൽ ഗ്രാമീണ ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സ്കോപ്പിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ സ്കോപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഈ പഠനശാഖ എത്രത്തോളം വിശാലമാണ്, എത്രത്തോളം ടോപ്പിക്കുകൾ അല്ലെങ്കിൽ എത്രത്തോളം ഗ്രാമീണ ജീവിതത്തിന്റെ എത്രത്തോളം തലങ്ങൾ ഈ പഠനശാഖയിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യമാണ് സ്കോപ്പ് ഓഫ് റൂറൽ സോഷ്യോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് റൂറൽ സോഷ്യോളജി ഗ്രാമീണ ജീവിതത്തിന്റെ ഏതൊക്കെ തലങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ റൂറൽ സോഷ്യോളജി എന്നുള്ളത്, ദ സ്കോപ്പ് ഓഫ് റൂറൽ സോഷ്യോളജി ഈസ് വെരി വൈഡ്. റൂറൽ സോഷ്യോളജിയുടെ വിശാലത, വ്യാപ്തി എന്നുള്ളത് വളരെ വിശാലമായിട്ടുള്ള, വളരെ ഗ്രാമീണ ജീവിതത്തെ കുറിച്ച് സമഗ്രമായിട്ട് പഠിക്കുന്ന ഒരു പഠനശാഖയാണ് റൂറൽ സോഷ്യോളജി എന്നുള്ളത്. വെരി വൈഡ് ആണ്. പ്രധാനമായിട്ടും നമ്മളിവിടെ പറയുന്നത്, നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് പ്രധാനമായിട്ടും 12 ഗ്രാമീണ സമൂഹത്തിന്റെ 12 തലങ്ങളെ കുറിച്ച്, 12 വർഷങ്ങളെ കുറിച്ച് റൂറൽ സോഷ്യോളജി പഠിക്കുന്നുണ്ട്. ആദ്യമായിട്ട് റൂറൽ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ജനറലി പഠിക്കുന്നുണ്ട്. റൂറൽ പോപ്പുലേഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, റൂറൽ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്, റൂറൽ സോഷ്യൽ ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഗ്രാമത്തിലെ സാമൂഹിക മാറ്റത്തെക്കുറിച്ച്, റൂറൽ സോഷ്യൽ ചേഞ്ചിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, സോഷ്യൽ കൺട്രോളിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, റൂറൽ സോഷ്യോളജി പഠിക്കുന്ന ഗ്രാമീണ ജീവിതത്തിന്റെ വ്യത്യസ്ത 12 തലങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ, ആ തലങ്ങളെ കുറിച്ചൊന്ന് നമ്മൾ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റൂറൽ സോഷ്യോളജി എന്നുള്ളത് ഗ്രാമീണ ജീവിതത്തിന്റെ എല്ലാ പ്രധാന മേഖലയും ഉൾപ്പെട്ടുകൊണ്ട് വളരെ സമഗ്രമായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്.